السلام عليكم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. സ്നേഹനിധികളായ മുത്തുമുഅ്മിനീങ്ങളെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ ഈ സയ്യിദിയ മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. കമന്റ് ബോക്സിൽ ദുആ വസിയത്തുകൾ അറിയിക്കുന്നവർ, വാട്സപ്പിലേക്ക് ദുആ വസിയത്തുകൾ അറിയിക്കുന്നവർ, ഫോൺ വിളിച്ച് ദുആ വസിയത്തുകൾ അറിയിക്കുന്നവർ. അർഹമുർ റഹീമീനായ അല്ലാഹ് അവരെ ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കി നൽകണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. അവരെ മുറാദുകൾ അല്ലാഹുവേ നീ ഹാസിലാക്കണേ അല്ലാഹ്. ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും ഹാസിലാക്കണേ തമ്പുരാനെ. അവരെ എഴുതി അറിയിക്കുന്ന അവരുടെ മുറാദുകൾ, അവരുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. ഈ മജ്ലിസിന്റെ ഹഖ് ജാഉ ബർക്കത്ത് കൊണ്ട്, ഞങ്ങളെ ഉപ്പാപ്പമാരുടെ ഹഖ് ജാഉ ബർക്കത്ത് കൊണ്ട്, മഹാന്മാരായ അംബിയാക്കൾ, സലഫ് സ്വാലിഹീങ്ങൾ, ആബിദീങ്ങൾ, മുസന്നിഫീങ്ങൾ, മുഫസ്സിരീങ്ങൾ, മൺമറഞ്ഞു പോയ എല്ലാ ഔലിയാക്കളുടെ ഹഖ് ജാഉ ബർക്കത്ത് കൊണ്ട് അവരുടെ മുറാദുകൾ, അവരുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാഹ്, നീ സഫലീകരിച്ചു കൊടുക്കണേ തമ്പുരാനെ. ഈ സയ്യിദിയ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവരുണ്ട്. ഇതിൻ്റെ ഖാദിമീങ്ങൾ, ഇതിൻ്റെ മുഹിബ്ബീങ്ങളുണ്ട്. ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവരുണ്ട്. അല്ലാഹുവേ നീ നിലനിർത്തണേ അല്ലാഹ്. അവരെ പ്രയാസങ്ങൾ നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. അവരെ ജീവിതത്തിൽ ഐശ്വര്യവും ബർക്കത്തും നീ ഏറ്റി കൊടുക്കണേ അല്ലാഹ്, നീ ഏറ്റി കൊടുക്കണേ അല്ലാഹ്. അവരെ തളർത്തല്ലേ അല്ലാഹ്, അവരെ കൊയക്കല്ലേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് വിജയം നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അവർക്ക് വിജയം നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഇതിൻ്റെ വാഹകരാണ് അല്ലാഹ്, ഇതിൻ്റെ സേവകരാണ് അല്ലാഹ്, ഇതിൻ്റെ ഖാദിമീങ്ങളാണ് അല്ലാഹ്. നീ തളർത്തല്ലേ അല്ലാഹ്, നീ കൊയക്കല്ലേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഇന്ന് ഈ സയ്യിദിയ മജ്ലിസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പവിത്രമാക്കപ്പെട്ട റജബ് മാസത്തിലാണ് ഞാനും നിങ്ങളും ഒരുമിച്ചിട്ടുള്ളത്. റജബ് മാസത്തിൻ്റെ ഓരോരോ ദിനരാത്രങ്ങളാണ് നമ്മളിലൂടെ ഇങ്ങനെ കടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പുണ്യമാക്കപ്പെട്ട റമളാൻ നമ്മളിലേക്ക് അടുത്തു വരികയാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ റജബ വശഅബാൻ വബല്ലിഅനാ റമളാൻ. അല്ലാഹുവേ റമളാനിനെ ഞങ്ങളിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. ഈ ദുആഇനെ, ഈ മാസത്തിൽ ഈ ദുആഇനെ ഇൻഷാ അല്ലാഹ് ഇങ്ങനെ അധികരിപ്പിക്കാം. പവിത്രമാക്കപ്പെട്ട പരിശുദ്ധമാക്കപ്പെട്ട റമളാനിലാണ് നമ്മളിലേക്ക് അടുത്തു വരുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, വിശുദ്ധമാക്കപ്പെട്ട റമളാൻ വരുന്ന സമയത്ത് പറഞ്ഞത്, പവിത്രമാക്കപ്പെട്ട റജബ് വരുമ്പോൾ, ശഅബാൻ അടുത്ത് വരുമ്പോൾ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സ്വഹാബത്തിനോട് പറഞ്ഞത്, സ്വഹാബ നിങ്ങൾ അരയും തലയും മുറുക്കി നിങ്ങൾ ഇബാദത്തിൽ ഒരുങ്ങണേ, നിങ്ങൾ അരയും തലയും മുറുക്കി നിങ്ങൾ ഇബാദത്തിൽ ഒരുങ്ങണേ. അതുകൊണ്ട് ഇബാദത്തുകൾ അധികരിപ്പിക്കേണ്ട മാസത്തിലാണ് ഇൻഷാ അല്ലാഹ് എൻ്റെ മുത്തുമുഅ്മിനീങ്ങളെ ഞാനും നിങ്ങളും ഒരുമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ പവിത്രമാക്കപ്പെട്ട റജബ് മാസത്തിൽ നമ്മൾ ചൊല്ലേണ്ട ഒരു ഇസ്തിഗ്ഫാറാണ്. എന്തിനാണ് നമ്മൾ ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കുന്നത്? നമ്മളെ ജീവിതത്തിൽ വന്നുപോയ, അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ ധാരാളം പാപങ്ങളുണ്ട്, പാപക്കറകളുണ്ട്. അത് പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ വരുമ്പോൾ, പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ നമ്മളിലേക്ക് അടുത്ത് വരുമ്പോൾ ആ പാപക്കറകളെ നമ്മൾ കഴുകിക്കളയണം. മുത്തുമുഅ്മിനീങ്ങളെ കഴുകിക്കളയണം.
10 ലക്ഷം പാപങ്ങൾ പൊറുക്കുന്ന 10 ലക്ഷം പാപങ്ങൾ പൊറുക്കുന്ന ഒരു ഇസ്തിഗ്ഫാറിനെയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ഈ മജ്ലിസിൽ സയ്യിദിയ മജ്ലിസ് ഇൽമിന്റെ മജ്ലിസ് ഈ സയ്യിദിയ ഇൽമിന്റെ മജ്ലിസിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് 10 ലക്ഷം പാപം പൊറുക്കുന്ന ഒരു ഇസ്തിഗ്ഫാർ, അത്ഭുതകരമായിട്ടുള്ള ഇസ്തിഗ്ഫാർ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 10 ലക്ഷം പാപങ്ങൾ പൊറുക്കുന്ന ഒരു അത്ഭുതകരമായിട്ടുള്ള ഇസ്തിഗ്ഫാറാണ് ഇന്ന് ഈ സയ്യിദിയ മജ്ലിസിൽ ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളെ പാപങ്ങളെ കഴുകിക്കളയാൻ 10 ലക്ഷം പാപങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടോ മുഅ്മിനീങ്ങളെ? ഇല്ല. അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു ഇസ്തിഗ്ഫാറിനെയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളെ പാപങ്ങളെ കഴുകിക്കളയണം. പാപങ്ങളെ കഴുകിക്കളഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മനസ്സിനെയും ഹൃദയത്തെയും ശുദ്ധിയാക്കി കഴിഞ്ഞാൽ അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുമ്പോൾ അള്ളാഹു അതിന് ഉത്തരം നൽകും. ഒരു ഉമ്മ പെറ്റ കൽബ് പോലെ നമ്മളെ കൽബ് മാറണം. എൻ്റെ മുഅ്മിനീങ്ങളെ, പാപങ്ങളില്ലാത്ത പരിശുദ്ധമാക്കപ്പെട്ട ഒരു തെറ്റുകളും ചെയ്യാത്ത ഒരു ഉമ്മ പെറ്റ കൽബ് പോലുള്ള കൽബിനെ ഇൻഷാ അല്ലാഹ് നമ്മൾ മാറ്റിയെടുക്കണം. അതിനെന്ത് വേണം? ഈ ഇസ്തിഗ്ഫാറുകളെ ഇൻഷാ അല്ലാഹ് നിങ്ങൾ അധികരിപ്പിക്കണം. പലവരും പരാതി പറയാറുണ്ട്, തങ്ങളെ ഞാൻ ധാരാളം അമലുകൾ ചെയ്തു, ധാരാളം തങ്ങൾ പറയുന്ന ഓരോരോ ദിക്റുകൾ ഞാൻ എഴുതി വെച്ച് ചെയ്തു, ഒരു മജ്ലിസ് ഞാൻ മുടക്കാറില്ല, കാണുന്നതൊക്കെ ഇൻഷാ അല്ലാഹ് ഇടുന്നതനുസരിച്ച് ഞാൻ കാണാറുണ്ട്, ആദ്യം മുതൽ അവസാനം വരെ കാണാറുണ്ട്, ഞാൻ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാറുണ്ട്, എന്നിട്ടും എൻ്റെ കാര്യങ്ങൾ എനിക്ക് ഉത്തരം കിട്ടുന്നില്ലല്ലോ എന്ന് പ്രയാസങ്ങൾ പറയുന്നവർക്ക് ഇൻഷാ അല്ലാഹ് ഒരു മരുന്ന്, ഒരു ടിപ്സ്, ഒരു മരുന്നായിട്ടാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്ലിസ്. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ അറിയാതെയും അറിഞ്ഞും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകൾ നമ്മളെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടാകും. അതിനെ ആദ്യം നമ്മൾ കഴുകിക്കളയണം. അതിനാദ്യം കഴുകിക്കളഞ്ഞു കഴിഞ്ഞാൽ പടച്ചവനോട് നമ്മൾ ചോദിക്കുന്ന തേട്ടം അല്ലാഹു ഉത്തരം നൽകും. നിങ്ങൾ പ്രയാസപ്പെടേണ്ട മുഅ്മിനീങ്ങളെ, പ്രയാസപ്പെടേണ്ട. അല്ലാഹു നിങ്ങളെ നെരുക്കൂല. കാരണം നമ്മൾ അമലുകൾ ചെയ്തു, നമ്മൾ ചോദിച്ചു, ഇൻഷാ അല്ലാഹ് അല്ലാഹു ഒരു സമയത്ത് ഉത്തരം തന്നിട്ടില്ലെങ്കിലും നമ്മളിങ്ങനെ വലിയ കുടുക്കിലേക്ക്, ആരുമില്ല, ആരും രക്ഷയ്ക്കില്ല, എവരാരും രക്ഷയ്ക്കില്ല, ആ സമയത്ത് അല്ലാഹു നിങ്ങൾക്ക് ഇട്ടുതരും. ഒരു രക്ഷയായിട്ട് നിങ്ങൾക്കൊരു രക്ഷാ കവചം അല്ലാഹു തീർക്കുമെന്ന് മുഅ്മിനീങ്ങളെ. അപ്പയായിരിക്കും നമ്മൾ പറയുന്നത്, മല പോലെ വന്ന പ്രയാസം അല്ലാഹു മഞ്ഞു പോലെ ദൂരീകരിച്ചില്ലേ? നമ്മളിപ്പോൾ ചോദിക്കുന്ന നിസ്സാരമായ പ്രയാസത്തിന് അള്ളാഹു ഉത്തരം തന്നിട്ടില്ലെങ്കിൽ മറ്റൊരു സമയത്തേക്ക് അള്ളാഹു ആ ഉത്തരത്തെ അള്ളാഹു മാറ്റി നിർത്തും. അവനക്ക് ഉത്തരം ഇപ്പം കൊടുക്കണ്ട, മറ്റൊരു സമയത്ത് നമുക്ക് കൊടുക്കാം. ദുനിയാവിലെങ്കിലും ആഖിറത്തിൽ അള്ളാഹു അത് പരിഗണിക്കുമെന്ന് മുഅ്മിനീങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ പ്രയാസപ്പെടണ്ട, നിങ്ങൾ ബേജാറാവണ്ട, നിങ്ങൾ ടെൻഷനാവണ്ട മുഅ്മിനീങ്ങളെ. നിങ്ങൾ അടിയുറച്ച് നിങ്ങൾ ചെയ്യുന്ന അമലുകളെ നിങ്ങൾ വിശ്വസിച്ച് പടച്ച റബ്ബിലേക്ക് തവക്കൽ ചെയ്ത് നിങ്ങൾ ചെയ്തു നോക്ക്. അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം നൽകും. എപ്പോഴും നമ്മൾ പറയാറെന്താണ് എല്ലാവരോടും നമ്മൾ ചോദിക്കുമ്പോൾ, ചിലവരോട് ചോദിക്കും എന്തൊക്കെയാണ് വിശേഷം എന്ന് ചോദിക്കുമ്പോൾ ചിലവർ പറയും, ദുഃഖം കൊണ്ട് പ്രയാസം കൊണ്ട് പറയും, ഞങ്ങളെ ചിലർ പറയും അൽഹംദുലില്ലാ, വലിയ കുടുക്കിലാണെങ്കിലും ചിലർ പറയും അൽഹംദുലില്ലാ എന്ന് പറയും. നമുക്ക് എപ്പോഴും നമ്മൾ പറയേണ്ടത് അൽഹംദുലില്ലാ എന്നാണ്. നമുക്കൊരു നല്ല കാര്യം ഉണ്ടാകുന്ന സമയത്ത്, നല്ല കാര്യങ്ങൾ മാത്രം ഉണ്ടാകുമ്പോഴല്ല നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയേണ്ടത്. നമ്മളെല്ലാവരും അതിലേക്കാക്കി അത് ചുരുക്കി കഴിഞ്ഞു. നല്ല കാര്യം വരുമ്പോൾ, നമുക്ക് ഹൈറാത്തുകൾ വരുമ്പോൾ മാത്രം നമ്മൾ പറയാണ് അൽഹംദുലില്ലാ. പറയരുത് മുഅ്മിനീങ്ങളെ. നല്ലത് വരുമ്പോഴും നമുക്ക് മോശമൊരവസ്ഥ വരുമ്പോഴും നമ്മൾ പറയണം അൽഹംദുലില്ലാ. അതാണ് അറബികളുടെ ഒരു ക്വാളിറ്റി. അവർ വലിയ കടത്തിൽ മുങ്ങി നിൽക്കുകയാണെങ്കിലും, അവർ വലിയ പ്രയാസത്തിൽ മുങ്ങി നിൽക്കുകയാണെങ്കിലും അവരോട് ചോദിക്കുകയാണ് അൽഹംദുലില്ലാ എന്ന് അവർ പറയും. നമ്മളൊരാളോട് ചോദിക്കുമ്പോഴോ
വലിയ പ്രയാസാണ്, കടാണ്, വലിയ ദുഃഖാണ്, ഇങ്ങനെ പോണ്. അപ്പൊ അള്ളാഹു പറയും അങ്ങനെ പോയിക്കോട്ടെ, അങ്ങനെ പോയിക്കോട്ടെ എന്ന് പറയും. നമ്മൾക്കൊരു ഉയർച്ച ഉണ്ടാവില്ല മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് എപ്പോഴും നമുക്ക് നല്ലത് വരുമ്പോഴും നമുക്ക് മോശം സാഹചര്യം വരുമ്പോഴും നമ്മൾ പറയണം അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. നമുക്ക് നല്ല കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് പറയണം? അൽഹംദുലില്ലാഹില്ലദീ ബിനിഅമതിഹി തതിമ്മുസ് സ്വാലിഹാത്ത് എന്ന് നമ്മൾ പറയണം. എൻ്റെ മുഅ്മിനീങ്ങളെ, നല്ല കാര്യം വരുമ്പോൾ അൽഹംദുലില്ലാഹില്ലദീ ബിനിഅമതിഹി തതിമ്മുസ് സ്വാലിഹാത്ത് പറയണം. അനുഗ്രഹങ്ങളെ പൂർത്തീകരിച്ച് നൽകുന്നവനെ നിനക്കാണ് സർവസ്തുതിയും. അൽഹംദുലില്ലാഹില്ലദീ ബിനിഅമതിഹി തതിമ്മുസ് സ്വാലിഹാത്ത്, അനുഗ്രഹങ്ങളെ പൂർത്തീകരിച്ച് തരുന്നവനെ നിനക്കാണ് സർവസ്തുതിയും എന്ന് നമ്മൾ പറയണം. ഒരു മോശം സാഹചര്യമാണ് നമ്മൾ വരുന്നതെങ്കിൽ നമ്മൾ പറയണം അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ എന്ന് നമ്മൾ പറയണം. എൻ്റെ മുഅ്മിനീങ്ങളെ, ഒരു വിശ്വാസിയുടെ ഏതൊരു അവസ്ഥയിലും നമ്മൾ പറഞ്ഞിരിക്കണം അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അതായിരിക്കണം നമ്മളെ ക്വാളിറ്റി. അപ്പോൾ അല്ലാഹു ഒരിക്കലും നിങ്ങളെ കൈവിടൂല. നിങ്ങളെ പ്രയാസങ്ങൾ അല്ലാഹു പരിഹരിച്ചു നൽകും. പിന്നെ നിനക്കൊരു ഒരു പരാതിയോ ഒരു പരിവട്ടനോ അല്ലാഹു നിനക്ക് നൽകൂല. ഏതൊരു അവസ്ഥയിലും അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ സംരക്ഷണം ഉണ്ടാകും. അല്ലാഹു എന്നെ കൈവിടൂല. എൻ്റെ മുഅ്മിനീങ്ങളെ, എപ്പോഴും ഒരു മുഅ്മിനായ ഒരു മനുഷ്യൻ, നമ്മളെ മജ്ലിസ് കാണുന്ന എല്ലാവരും ഇന്നു മുതൽ പറയണം അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. എന്ത് ചോദിച്ചാലും അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് എന്ന് പറയണം. നമ്മൾ ആര് എന്തൊക്കെയാണ് വിശേഷം ചോദിച്ചാൽ അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് എന്ന് പറയണം. അതായിരിക്കണം നമ്മളെ ക്വാളിറ്റി. അല്ലാഹു ഉയർച്ച അല്ലാഹു നൽകട്ടെ, പ്രയാസങ്ങൾ അല്ലാഹു മാറ്റി നൽകട്ടെ, അല്ലാഹു ബുദ്ധിമുട്ടുകൾ അല്ലാഹു തീർത്ത് സലാമത്ത് അല്ലാഹു നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് 10 ലക്ഷം പാപങ്ങൾ പൊറുക്കാൻ ഈ റജബ് മാസത്തിൽ നമ്മൾ ചൊല്ലേണ്ട ഒരു പ്രാവശ്യം ചൊല്ലിയാൽ 10 ലക്ഷം പാപങ്ങൾ പൊറുക്കുന്ന, 10 ലക്ഷം പാപങ്ങൾ ദോഷങ്ങൾ പൊറുക്കുന്ന ഒരു ഇസ്തിഗ്ഫാറിനെയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. അല്ലാഹു ചൊല്ലാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അല്ലാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. അത് പറയുന്നതിന് മുമ്പ് ധാരാളം ആളുകളാണ് സ്ഥിരമായി മജ്ലിസിലേക്ക് ബന്ധപ്പെടുന്നത്. ഇനി എന്നാണ് തങ്ങളെ നോട്ടമുള്ളത്, വീട്ടിൽ ഇരുത്തമുള്ളത്, കൺസൾട്ടിംഗ് ഉള്ളതെന്ന് ചോദിക്കുന്നവരുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത ശനിയാഴ്ചയാണ് കൺസൾട്ടിംഗ് ഉള്ളത്. ഈ കാണുന്ന നമ്പറിൽ ബുക്ക് ചെയ്ത് ബന്ധപ്പെട്ട് വഴി ചോദിച്ചറിഞ്ഞ് ഇൻഷാ അല്ലാഹ് വരാൻ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു പ്രയാസങ്ങൾ അല്ലാഹു മാറ്റി നൽകുമാറാകട്ടെ. ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ദുഃഖങ്ങൾ പറഞ്ഞുകൊണ്ട്, വേവലാതികൾ പറഞ്ഞുകൊണ്ട്, പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട്, നീറുന്ന സങ്കട കണ്ണീരുകൾ പറഞ്ഞുകൊണ്ട് ഈ ഇമ്മരപ്പടിയിലേക്ക് എന്നെ സമീപിക്കുന്ന ആളുകൾ അല്ലാഹുവേ അവരെ പ്രയാസങ്ങൾ നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്, അവരെ ബുദ്ധിമുട്ടുകളെ ഇടങ്ങേറുകളെ നീ മാറ്റിക്കൊടുക്കണം അല്ലാഹ്, പൈശാചികമായ ഉപദ്രവങ്ങളെ നീ ബാത്തിലാക്കണം അല്ലാഹ്, പൈശാചികമായ ഉപദ്രവങ്ങളെ നീ ബാത്തിലാക്കണം അല്ലാഹ്, അവരെ പ്രയാസങ്ങളെ നീ മാറ്റിക്കൊടുക്കണം അല്ലാഹ്. ഞങ്ങളെ സ്നേഹിക്കുന്നവർ, ഞങ്ങളെ മജ്ലിസിനെ സ്നേഹിക്കുന്നവർ നീ സ്നേഹിക്കണേ അല്ലാഹ്, നീ സംരക്ഷിക്കണേ അല്ലാഹ്, അവർക്കൊരു രക്ഷാ കവചം നീ തീർക്കണേ അല്ലാഹ്, നീ തീർക്കണേ അല്ലാഹ്, നീ തീർക്കണേ തമ്പുരാനെ. നമുക്ക് മജ്ലിസിലേക്ക് കടക്കാം ഇൻഷാ അല്ലാഹ്. ആ 10 ലക്ഷം പാപങ്ങൾ പൊറുക്കേണ്ട ഒരു അമൽ, നമ്മളെ കാര്യങ്ങൾ റെഡിയാവാൻ, നമ്മളെ പ്രയാസങ്ങൾ മാറാൻ, നമ്മളെ ദുആഇനെ അല്ലാഹു സ്വീകരിക്കാൻ, കടങ്ങൾ മാറാൻ, സമ്പത്ത് അധികരിക്കാൻ ഇൻഷാ അല്ലാഹ് ഉപകാരപ്പെടുന്ന ഒരു ഇസ്തിഗ്ഫാറിനെയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ആ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ 10 ലക്ഷം പാപങ്ങൾ അല്ലാഹു പൊറുക്കും. നമ്മൾ ചെയ്തുകൊള്ളുന്ന മുഅ്മിനീങ്ങളെ, 10 ലക്ഷം പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചൊല്ല്, ഓരോ ദിവസത്തിൽ നിങ്ങൾ ചൊല്ല്, പതിവാക്ക്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ചൊല്ലാൻ കഴിയണം, ചൊല്ലാൻ പറ്റിയതാണ്. ഇൻഷാ അല്ലാഹ് ഒരു പ്രാവശ്യം ചൊല്ലുമ്പോൾ ഒരു പ്രയാസം ഉണ്ടെങ്കിലും അതിങ്ങനെ ചൊല്ലി നമ്മളെ നാവിൽ നമ്മൾ ആനന്ദം തീർക്കണം.
ഒരു ആനന്ദം നമ്മൾ തീർക്കണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. ചൊല്ലാൻ അല്ലാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, നീ ഭാഗ്യം നൽകണേ തമ്പുരാനെ. ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ഇൻഷാ അല്ലാഹ് എൻ്റെ കൂടെ നിങ്ങൾ ഏറ്റുചൊല്ലുക. അല്ലാഹു ചൊല്ലാനും ജീവിതത്തിൽ ദായിമാക്കാൻ അല്ലാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ തമ്പുരാനെ ഇൻഷാ അല്ലാഹ്. എൻ്റെ കൂടെ നിങ്ങൾ ഏറ്റുചൊല്ലുക. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. എന്ത് രസമാണ് ഇൻഷാ അല്ലാഹ് ഈ ഇസ്തിഗ്ഫാർ ചൊല്ലാൻ. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണേ. ഒരു പ്രാവശ്യം ചൊല്ലുമ്പോൾ, ആദ്യം ചൊല്ലുമ്പോൾ ഒരു പ്രയാസം തോന്നും ഇൻഷാ അല്ലാഹ്. പിന്നെ ഇൻഷാ അല്ലാഹ് നിങ്ങൾ പതിവാക്ക്. എൻ്റെ കൂടെ നിങ്ങൾ ഏറ്റുചൊല്ല് ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ചൊല്ലണേ, പതിവാക്കണേ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. ഇൻഷാ അല്ലാഹ് ഇങ്ങനെയാണ്, ഇങ്ങനെ ഇൻഷാ അല്ലാഹ് ഈ ഇസ്തിഗ്ഫാറിനെ ഇൻഷാ അല്ലാഹ് അധികരിപ്പിക്കുക. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളെയും അല്ലാഹു പുറത്തു തന്ന അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഖൈറാത്തുകൾ നീ അടുപ്പിക്കണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ് ഞങ്ങളെ മുറാദുകളെ നീ ഹാസിനാക്കണേ അല്ലാഹ്. ഈ ഇസ്തിഗ്ഫാറിനെ ജീവിതത്തിൽ ദായിമാക്കാൻ ഈ പവിത്രമാക്കപ്പെട്ട പരിഭാവനമാക്കപ്പെട്ട ഈ പവിത്രമാക്കപ്പെട്ട ഈ റജബ് മാസത്തിൽ ധാരാളം ഇസ്തിഗ്ഫാറുകൾ ചൊല്ലാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങൾ ഇതാ ഈ സയ്യിദിയ മജ്ലിസിൽ വെച്ച് ഇൻഷാ അല്ലാഹ് നിയ്യത്ത് ചെയ്യുന്നു. ഈ ഇസ്തിഗ്ഫാറിനെ ഞങ്ങൾ ജീവിതത്തിൽ ദായിമാക്കും, ജീവിതത്തിൽ കൊണ്ട് നടക്കും ഞങ്ങളെ ഇൻഷാ അല്ലാഹ്. എന്നിട്ട് ഞങ്ങൾ ചെയ്തു പോയ, ഞങ്ങളെ ജീവിതത്തിൽ അറിഞ്ഞു വന്നു പോയ, അറിയാതെ വന്നു പോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളെയും അല്ലാഹ് നീ പുറത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ അല്ലാഹുവേ അർഹമുർ റഹീമീനായ അല്ലാഹ് ഞങ്ങളെ പ്രയാസങ്ങളെ, ഞങ്ങളെ ദുഃഖങ്ങളെ, ഞങ്ങളെ വല്ലായ്മകളെ, ഞങ്ങളെ പോരായ്മകളെ ഇതുകൊണ്ട് നീ പരിഹരിക്കണേ അല്ലാഹ്, നീ പരിഹരിക്കണേ തമ്പുരാനെ ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസിൽ വെച്ച് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചൊല്ലണേ ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്താണ് ദിക്ർ? ഒന്നും കൂടി നമുക്ക് ചൊല്ലാം. ഇൻഷാ അല്ലാഹ് ഒരു 3 പ്രാവശ്യം നമുക്ക് ചൊല്ലാം. എന്നിട്ട് നമുക്ക് ദുആ ചെയ്യാം. ഒരു 3 പ്രാവശ്യം, കൂടുതലൊന്നുമില്ല ഇൻഷാ അല്ലാഹ്. ഒരു 3 പ്രാവശ്യം നമുക്ക് ഈ മജ്ലിസിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് ചൊല്ലി ഇരു കരങ്ങൾ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഉയർത്തിക്കൊണ്ട് നമുക്ക് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യാം. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. ഇൻഷാ അല്ലാഹ് എല്ലാവരും എൻ്റെ കൂടെ ആമീൻ പറയണേ. ദുആക്ക് ഇൻഷാ അല്ലാഹ് എല്ലാവരും നിങ്ങൾ ഒരുമിച്ച് കൂട്ട്. വീട്ടിലെ എല്ലാവരെയും വിളിച്ച് ഒരുമിച്ച് കൂട്ടിയിട്ട് ഇൻഷാ അല്ലാഹ് ആത്മാർത്ഥമായിട്ട് നമ്മൾ ഒറ്റയ്ക്കല്ല, എല്ലാവരെയും, മക്കളെയും പേരമക്കളെയും
മരുമക്കളെയും എല്ലാവരും ഒരുമിച്ച് കൂട്ടിയിട്ട് ആമീടുക്ക്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മളെ പാപങ്ങൾ അള്ളാഹു എന്നെ പുറത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളെയും ഈ ഇസ്തിഗ്ഫാറിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് അള്ളാഹു എന്നെ പുറത്ത് നൽകണേ. ഈ റജബ് മാസത്തിൽ എന്നോട് ഞങ്ങൾ ചോദിക്കുന്ന തേട്ടങ്ങൾ നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ തമ്പുരാൻ. ഞങ്ങളെ മുറാദുകളെ നീ ഹാസിലാക്കണേ അല്ലാ, നീ ഹാസിലാക്കണേ അല്ലാ. നീ ഞങ്ങളെ കൈവെടിയല്ല അല്ലാ, നീ ഞങ്ങളെ കൈവെടിയല്ല അല്ലാ. നിന്നോടല്ലാതെ മറ്റൊരാളോട് ഞങ്ങൾക്ക് ചോദിക്കാനില്ല അല്ലാ. നീ ഞങ്ങളെ ചോദ്യത്തിന് ഉത്തരം നൽകണേ അല്ലാ, നീ ഞങ്ങളെ ചോദ്യത്തിന് ഉത്തരം നൽകണേ അല്ലാ. പവിത്രമാക്കപ്പെട്ട ഇസ്തിഗ്ഫാർ ചൊല്ലി അല്ലാഹുവേ ഞങ്ങൾ ചോദിക്കുന്ന തേട്ടത്തെ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെ മജ്ലിസ് കാണുന്നവർ ധാരാളം മുറാദുകളുള്ളവർ, ധാരാളം രോഗികൾ, റഹ്മുർ റഹീമീനായ അല്ലാ നീ ശിഫാ കൊടുക്കണേ അല്ലാ. നീയാണ് ശാഫിഉ തമ്പുരാനെ, നീ ആജിലായ കാമിലായ ശിഫ അവർക്ക് നീ കൊടുക്കണേ അല്ലാ. വലിയ പ്രയാസത്തിൽ കടങ്ങളിൽ മുങ്ങി നിൽക്കുന്നവർ, വലിയ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, മക്കളുടെ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർ, ഭർത്താക്കന്മാരുടെ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർ, അല്ലാഹുവേ ഞങ്ങളെ മജ്ലിസ് കാണുന്നവരിൽ ഉണ്ട് അല്ലാ. അവർക്ക് വേണ്ടിയാണ് എപ്പോഴും ഞങ്ങളെ ദുആ അല്ലാ നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി ആമീൻ പറഞ്ഞ നമുക്ക് വേണ്ടിയാണ്. നമ്മളെ പ്രയാസങ്ങൾ ചോദിച്ചിട്ട് അള്ളാഹുവിനോട് നമ്മളെ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കാൻ നിൽക്കുകയാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി നമ്മുടെ ഇഖ്ലാസിൻ്റെ അളവ് എത്രയാണോ അത്ര കണ്ട് അള്ളാഹുവിന് അള്ളാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ. എല്ലാവരും ആമീൻ പറയും, എല്ലാവരും ആമീൻ പറയും. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാൻ പോകണം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, നമ്മളെ തേട്ടത്തെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. آمين. الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا رحمن يا الله، يا ملك يا الله، يا قدوس يا الله، يا سلام يا الله، يا مؤمن يا الله، يا معيمن يا الله، يا عزيز يا الله، يا جبار يا الله، يا متكبر يا الله، يا خالق يا الله، يا رافع يا الله، يا مذل يا الله، يا سميع يا الله، يا ذا الجلال والإكرام يا الله. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. يا ودود يا ودود يا ودود يا الله. أرحم الراحمين يا രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. അടിമകളായ ഞങ്ങളെ യജമാനനായ നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ ഹൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്, നീ ഹൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്, നീ ഹൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്. അർഹമർ റഹീമീനായ അല്ലാഹ് ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണേ അല്ലാഹ്, ഈമാൻ പരിപൂർണമാക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ നെറ്റിത്തടം ഉയർത്തു പുഞ്ചിരി തൂകി മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്, ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. റഹ്മാൻ റഹീമീനായ അല്ലാഹ് ഞങ്ങളെ ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്. കിബ്ർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, ഹസദ് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. ഞങ്ങളെ ഹൃദയങ്ങളെ സംശുദ്ധമാക്കണേ അല്ലാഹ്, സംശുദ്ധമാക്കണേ അല്ലാഹ്. ധാരാളം ആളുകൾ ഈ മജ്ലിസിലേക്ക്
ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, അവരെ ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. ഹലാലായ മുറാദുകളെ നീ ഹാസിലാക്കണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങളുടെ ഉദ്ദേശങ്ങളെ നീ സഫലീകരിച്ച് നൽകണേ അല്ലാഹ്. നീ പൂവണിച്ച് നൽകണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, നീ ഞങ്ങളെ കാത്തോളണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ കാവൽ നൽകണേ അല്ലാഹ്. ഈ സയ്യിദിയ മജ്ലിസിനെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഇതിന്റെ ഖാദിമീങ്ങളുണ്ട് അല്ലാഹ്, നീ അവരെ സ്നേഹിക്കണേ അല്ലാഹ്. അവർക്ക് പ്രയാസങ്ങൾ കൊടുക്കല്ലേ അല്ലാഹ്, അവർക്ക് ദുഃഖങ്ങൾ കൊടുക്കല്ലേ അല്ലാഹ്, അവർക്ക് അടങ്ങേറുകൾ കൊടുക്കല്ലേ അല്ലാഹ്. ഈ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവരുണ്ട് അല്ലാഹ്, അവർക്ക് പ്രയാസം കൊടുക്കല്ലേ അല്ലാഹ്, അവർക്ക് ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ലേ അല്ലാഹ്. ഈ മജ്ലിസിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവരുണ്ട് അല്ലാഹ്. അല്ലാഹുവേ, അവരെ നീ കാത്തോളണേ അല്ലാഹ്. അല്ലാഹുവേ, അവർക്ക് നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അവരുടെ ജോലി നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്. അവരെ മക്കളെ സ്വാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാഹ്. ഭർത്താക്കന്മാരെ നന്നാക്കണേ അല്ലാഹ്. അവരിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും നീ ഒരു അറുതി കൊടുക്കണേ അല്ലാഹ്. നീ അറുതി കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ മജ്ലിസിനെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാഹ്. അതിനെ സംരക്ഷിക്കുന്നവരെ നീ സംരക്ഷിക്കണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാഹ്, ധാരാളം ആളുകൾ ദുആ വസിയത്തുകൾ ചെയ്തവരുണ്ട് അല്ലാഹ്. ഭർത്താക്കന്മാരുടെ കാര്യം പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഭർത്താക്കന്മാരെ നീ നന്നാക്കണേ അല്ലാഹ്. സ്വാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാഹ്. അവരെ ജോലി നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ജോലിയില്ലാത്തവർക്ക് ഒരു ഹൈറായ ജോലി നീ അടുപ്പിക്കണേ അല്ലാഹ്. ഉള്ളവർക്ക് ഹൈറായ ജോലി അല്ലാഹുവേ നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്. അതിൽ ഒരു ഉയർച്ച കൊടുക്കണേ അല്ലാഹ്. ഒരു അഭിവൃദ്ധി നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അവരെ ദുശീലങ്ങളെ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അവരുടെ ഇടയിലുള്ള ഇണക്ക പിണക്ക പ്രയാസങ്ങളെ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. മക്കളുടെ കാര്യം പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. മക്കളെ സ്വാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാഹ്. റൗഡികളും തമ്മാടികളും ആക്കല്ലേ അല്ലാഹ്. ദീനിനും നാട്ടുകാർക്കും കുടുംബത്തിനും ഉപകരിക്കുന്ന നല്ല പൊന്നുമക്കളാക്കണേ അല്ലാഹ്. പൊന്നുമക്കളാക്കണേ അല്ലാഹ്. മക്കളുടെ കാര്യത്തിൽ അല്ലാഹ് കണ്ണീര് വാർക്കേണ്ട ഒരവസ്ഥ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ നീ യതീമുകളാക്കല്ലേ അല്ലാഹ്. ഭാര്യമാരെ നീ വിധവകളാക്കല്ലേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, മക്കളുടെ ജോലി പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഹൈറായ ജോലി നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഉള്ളവർക്ക് അല്ലാഹുവേ ജോലി നീ അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ്. അവരെ സാലറികളിൽ വർധനവ് കൊടുക്കണേ അല്ലാഹ്. വർധനവ് കൊടുക്കണേ അല്ലാഹ്. അവർക്ക് പ്രയാസം കൊടുക്കല്ലേ അല്ലാഹ്. അവർക്ക് ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ലേ അല്ലാഹ്. അവരെ പരീക്ഷയിലും പരീക്ഷണങ്ങളിൽ നീ വിജയിപ്പിക്കണേ അല്ലാഹ്. നീ വിജയിപ്പിക്കണേ തമ്പുരാനെ. വിവാഹ തടസ്സങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഹൈറായ ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാഹ്. ഹൈറായ ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാഹ്. മരണം വരെ ഹൈറായ നിലയിൽ ജീവിക്കാൻ അവർക്ക് നീ തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്. തൗഫീഖ് കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. കടങ്ങളിൽ പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാഹ്. വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാഹ്. ഷഹീദിന് പോലും പൊറുക്കാത്ത കടബാധിതനായി ഞങ്ങളെ നീ മൗത്താക്കല്ലേ അല്ലാഹ്. നീ മൗത്താക്കല്ലേ അല്ലാഹ്. ഈ മജ്ലിസിന് ഞങ്ങൾ സ്വീകരിക്കുന്ന അമലുകൾ അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലി അല്ലാഹുവേ നീ ഉത്തരം നൽകണേ അല്ലാഹ്. നീ കബൂലാക്കണേ അല്ലാഹ്. നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ മജ്ലിസിന് അഭിവൃദ്ധിയിൽ നിന്നും അഭിവൃദ്ധിയിലേക്ക് നീ ഉയർത്തണേ അല്ലാഹ്. നീ ഉയർത്തണേ അല്ലാഹ്. നീ സംരക്ഷിക്കണേ അല്ലാഹ്. ഞങ്ങളെ മജ്ലിസ് കാണുന്നവർക്ക് അല്ലാഹുവേ ഈ ഒരു സംരക്ഷണം കൊടുക്കണേ അല്ലാഹ്. ധാരാളം ആളുകൾ പറയുന്നുണ്ട്, തങ്ങളെ ഈ മജ്ലിസ് കാണാൻ തുടങ്ങിയതു മുതൽ എൻ്റെ എല്ലാ കാര്യങ്ങളും നിറവേറി തങ്ങളെ, എൻ്റെ ജീവിതത്തിൽ വലിയ അഭിവൃദ്ധി ലഭിച്ചു തങ്ങളെ എന്ന് പറയുന്നവരുണ്ട്
അല്ലാഹ് നീ നിലനിർത്തി കൊടുക്കണേ അല്ലാഹ് നീ നിലനിർത്തി കൊടുക്കണേ അല്ലാഹ് നീ നിലനിർത്തി കൊടുക്കണേ അല്ലാഹ് മജ്ലിസ് കണ്ട് അമൽ ചെയ്ത അല്ലാഹുവേ ഹോസ്പിറ്റലിൽ പോലും മടക്കിയ രോഗങ്ങൾ പരിപൂർണ ശിഫയായ ചരിത്രമുണ്ട് അല്ലാഹ് അർഹമുർ റഹീമീനായ അല്ലാഹ് ഞങ്ങളെ ഉപ്പാപ്പമാരുടെ കാവലാണ് അല്ലാഹ് നീ നിലനിർത്തണേ അല്ലാഹ് നീ നിലനിർത്തണേ അല്ലാഹ് ഞങ്ങളെ മജ്ലിസ് കാണുന്നവരിൽ ധാരാളം ആളുകൾ രോഗികളാണ് അല്ലാഹ് രോഗശമനം നീ കൊടുക്കണേ അല്ലാഹ് ആജിലായ കാമിലായ ശിഫ അവർക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ് മാരകമായ ക്യാൻസർ അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ് ട്യൂമർ അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ് അറ്റാക്ക് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ് ബ്ലോക്ക് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ് സ്ട്രോക്ക് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ് കാലുവേദനയിൽ പ്രയാസപ്പെടുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ് പരിപൂർണ ശിഫ കൊടുക്കണേ അല്ലാഹ് മുട്ടുവേദനയിൽ പ്രയാസപ്പെടുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ് പരിപൂർണ ശിഫ കൊടുക്കണേ അല്ലാഹ് ഊരവേദനയിൽ പ്രയാസപ്പെടുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ് പരിപൂർണ ശിഫ കൊടുക്കണേ അല്ലാഹ് ഡിസ്കിന്റെ കംപ്ലൈന്റുകൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ് പരിപൂർണ ശിഫ കൊടുക്കണേ അല്ലാഹ് ലിവർ സംബന്ധമായ രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ് നീ ശിഫ കൊടുക്കണേ അല്ലാഹ് ഹൃദയ സംബന്ധമായ രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ് നീ പരിപൂർണ ശിഫ കൊടുക്കണേ അല്ലാഹ് അർഹമുർ റഹീമീനായ അല്ലാഹ് കിഡ്നി സംബന്ധമായ രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ് പരിപൂർണ ശിഫ കൊടുക്കണേ അല്ലാഹ് വയറ് സംബന്ധമായ രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ് നീ പരിപൂർണ ശിഫ കൊടുക്കണേ അല്ലാഹ് വയറ്റത്തു മുഴ വന്ന് പ്രയാസപ്പെടുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ് നീ പരിപൂർണ ശിഫ പ്രദാനം ചെയ്യണേ അല്ലാഹ് ഹെർണിയയുടെ പ്രയാസം വന്നുകൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാഹ് നീ പരിപൂർണ ആജിലായ കാമിലായ ശിഫ അവർക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ് അർഹമുർ റഹീമീനായ അല്ലാഹ് ഡയാലിസിസ് രോഗികൾ അല്ലാഹ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ് നീ പരിപൂർണ ശിഫ അവർക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ് തല സംബന്ധമായ രോഗികൾ അല്ലാഹ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ് നീ അവർക്ക് പരിപൂർണ ശിഫ കൊടുക്കണേ അല്ലാഹ് മാറാത്ത തലവേദന ഞങ്ങളെ പ്രയാസപ്പെടുത്തല്ലേ അല്ലാഹ് അർഹമുർ റഹീമീനായ അല്ലാഹ് മൈഗ്രീന്റെ തലവേദനയിൽ പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാഹ് നീ അവർക്ക് പരിപൂർണ ശിഫ പ്രദാനം ചെയ്യണേ അല്ലാഹ് കേൾവി ശക്തി കുറഞ്ഞു വരുന്നവർ അല്ലാഹ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ് അല്ലാഹുവേ കേൾവി ശക്തി പ്രദാനം ചെയ്യണേ അല്ലാഹ് കാഴ്ച ശക്തി മങ്ങി വരുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ് അല്ലാഹുവേ കാഴ്ച ശക്തി അവർക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ് തിമിരം വന്നുകൊണ്ട് കാഴ്ച ശക്തി കുറഞ്ഞു പോയവരല്ലാഹ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ് അല്ലാഹുവേ രോഗങ്ങളെ പരിപൂർണ ശിഫ അവർക്ക് നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ ഷുഗർ കൊളസ്ട്രോളിൽ പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാഹ് അല്ലാഹുവേ പരിപൂർണ ശിഫ പ്രദാനം ചെയ്യണേ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളെ നീ നിത്യരോഗികളാക്കി മാറ്റല്ലേ അല്ലാഹ് നിത്യരോഗികളാക്കി മാറ്റല്ലേ അല്ലാഹ് കിടപ്പുകളിൽ സഞ്ചാരം വന്നുകൊണ്ട് അല്ലാഹുവേ യൂറിക് ആസിഡിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് അല്ലാഹ് നീ പരിപൂർണ ശിഫ പ്രദാനം ചെയ്യണേ അല്ലാഹ് തൈറോയിഡിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് അല്ലാഹ് നീ പരിപൂർണ ശിഫ പ്രദാനം ചെയ്യണേ അല്ലാഹ് നിത്യരോഗികളാക്കി ഞങ്ങളെ മാറ്റല്ലേ അല്ലാഹ് നിത്യരോഗികളാക്കി ഞങ്ങളെ മാറ്റല്ലേ അല്ലാഹ് നിത്യരോഗികളാക്കി ഞങ്ങളെ മാറ്റല്ലേ അല്ലാഹ് ഭക്ഷണത്തിന് പൈപ്പിട്ട് മൂത്രത്തിന് പൈപ്പിട്ട് കാഷ്ടത്തിന് പൈപ്പിട്ട് ഒരു മൂലയിൽ കിടക്കേണ്ട അവസ്ഥ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ് നീ നൽകല്ലേ അല്ലാഹ് അത്തരം അവസ്ഥയിൽ ഞങ്ങളെ കെടുത്തല്ലേ അല്ലാഹ് ഞങ്ങളെ കെടുത്തല്ലേ അല്ലാഹ് സ്റ്റോക്ക് വന്ന് ഒരു ഭാഗം മൊത്തം കഴിയുന്ന അവസ്ഥ അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ് നീ നൽകല്ലേ അല്ലാഹ് ഈ ഉമ്മയൊന്ന് മരിച്ചു കിട്ടിയാൽ മതിയായി
ഈ ഉപ്പയൊന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. മക്കൾ പറയുന്ന അവസ്ഥയിൽ ഞങ്ങളെ കെടുത്തല്ലേ അല്ലാ, ഞങ്ങളെ കെടുത്തല്ലേ അല്ലാ. മരണം ഹൈറാകുന്ന സമയത്ത് നല്ലവരുടെ സാന്നിധ്യത്തിൽ നല്ലത് ചൊല്ലി പറഞ്ഞ് മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ, ഞങ്ങളെ പെടുത്തണേ അല്ലാ, ഞങ്ങളെ പെടുത്തണേ അല്ലാ. ഇത്തരം അവസ്ഥകളല്ലാ ഈ മാസത്തിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട്, ഈ ദിവസത്തിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട്, രാവിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും അല്ലാ നീ ഞങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്യണേ അല്ലാ, നീ രക്ഷ പ്രദാനം ചെയ്യണേ അല്ലാ. ഞങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് അല്ലാ, ആക്സിഡന്റ് അപകട മരണങ്ങളല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. നടുറോട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിനെ മാറ്റല്ലേ അല്ലാ, ഞങ്ങളെ മയ്യത്തിനെ മാറ്റല്ലേ തമ്പുരാനെ. അല്ലാഹുവേ കീറി മുറിക്കേണ്ട അവസ്ഥ, അല്ലാഹുവേ ഞങ്ങളെ കീറി മുറിക്കേണ്ട അവസ്ഥ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. അത്തരം അവസ്ഥകളല്ല ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, നീ നൽകല്ലേ അല്ലാ. ഞങ്ങളെ നീ കാത്തോളണേ അല്ലാ, ഞങ്ങളെ നീ കാത്തോളണേ അല്ലാ. ഞങ്ങൾക്ക് നീ കാവല് നൽകണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാ, അർഹമുർ റഹീമീനായ തമ്പുരാനെ. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. അല്ലാഹുവേ റഹമുർ റഹീമീനായ അല്ലാ, ഒരു വീടില്ല തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട്. ഖൈറായ ഒരു ഭവനം നീ പ്രദാനം ചെയ്യണേ അല്ലാ. കോട്ടൈസിലാണ് വാടക കൊടുത്ത് കുടുങ്ങി തങ്ങളെ മടുത്ത് തങ്ങളെ എന്ന് പറയുന്നവരുണ്ട് അല്ലാ. ഖൈറായ ഒരു മസ്കൻ അവർക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാ. ആ വീടെടുക്കാൻ സ്ഥലമില്ല, പണമില്ല എന്ന് പറയുന്നവർ, പൊട്ടിക്കരഞ്ഞ് പറയുന്നവരുണ്ട് അല്ലാ. അതിന്റെ മാർഗം നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ, എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. പച്ചമണ്ണിൽ കുറ്റിയടിച്ച് കല്ലിട്ട് കട്ടിൽ വെച്ച് എൻ്റെ കീശയും മേശയും കലിയാണ് തങ്ങളെ എന്ന് പറയുന്നവരുണ്ട് അല്ലാ. അല്ലാഹുവിന്റെ ഖജനാവ് വിശാലമാണല്ലോ അല്ലാ, നീ അതിൽ നിന്ന് അവർക്ക് നീ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഏറ്റി കൊടുക്കണേ അല്ലാ. ഞങ്ങളെ സമ്പത്തിന്റെ ഉറവിടത്തിൽ നീ വിശാല നൽകണേ അല്ലാ. ഞങ്ങളെ സമ്പത്തിൽ അല്ലാ നീ ബർക്കത്ത് പ്രദാനം ചെയ്യണേ അല്ലാ, ഉള്ളതിൽ ബർക്കത്ത് പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണേ അല്ലാ, ഈമാൻ പരിപൂർണമാക്കണേ അല്ലാ. എൻ്റെ പ്രവാസികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. എൻ്റെ പ്രവാസികളെ നീ കൊയക്കല്ലേ അല്ലാ, എൻ്റെ പ്രവാസികൾക്ക് നീ ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ലേ അല്ലാ. പ്രവാസ ജീവിതം ഒരു പ്രയാസകരമാക്കല്ലേ അല്ലാ. അവരെ ജോലി നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാ, അവരെ ബിസിനസ്സിൽ നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. അവർക്ക് നീ ഏറ്റി കൊടുക്കണേ അല്ലാ, അവർക്ക് നീ ഏറ്റി കൊടുക്കണേ തമ്പുരാനെ. എൻ്റെ പ്രവാസികളെ നീ കൊയക്കല്ലേ അല്ലാ, എൻ്റെ പ്രവാസികളെ നീ കൊയക്കല്ലേ അല്ലാ, എൻ്റെ പ്രവാസികളെ നീ കൊയക്കല്ലേ തമ്പുരാനെ. അവിടുന്ന് മരണപ്പെട്ട് പെട്ടിയിലാക്കി ജനാസ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന അവസ്ഥ എൻ്റെ പ്രവാസികൾക്ക് നീ കൊടുക്കല്ലേ അല്ലാ. നീ കാത്തോളണേ അല്ലാ, നീ കാവല് നൽകണേ തമ്പുരാനെ. എൻ്റെ ദീപുകാരല്ലോ അവരെ കൊയക്കല്ലേ അല്ലാ. നമ്മുമായി അഭേദ്യമായ ബന്ധം സ്ഥാപിക്കുന്നവരാണ് അല്ലാ. നീ കൊയക്കല്ലേ അല്ലാ, നീ തളർത്തല്ലേ അല്ലാ. പൈശാചികമായ ഉപദ്രവങ്ങളല്ലാ എൻ്റെ ദീപുകാർക്ക് നീ കൊടുക്കല്ലേ അല്ലാ. അല്ലാഹു അവരെയും ഞങ്ങളെയും നീ കാത്തോളണേ അല്ലാ, അവരെയും ഞങ്ങളെയും നീ കാത്തോളണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാ, ദുനിയാവിലുള്ള സകലമായ ആളുകൾ ഞങ്ങളെ വെറുത്താൽ, അർഹമുർ റഹീമീനായ അല്ലാ, ദുനിയാവിലുള്ള സകലമായ ആളുകൾ ഞങ്ങളെ വെറുത്താൽ ആ വെറുപ്പ് കൊണ്ട് ഞങ്ങൾക്കൊരു കോട്ടവുമില്ല അല്ലാ, ഒരു കോട്ടവുമില്ല തമ്പുരാനെ. ഞങ്ങളെ വെറുക്കല്ലേ അല്ലാ, നീ ഞങ്ങളെ വെറുക്കല്ലേ അല്ലാ, നീ ഞങ്ങളെ വെറുക്കല്ലേ അല്ലാ. ദുനിയാവിലുള്ള സകലമായ ആളുകൾ ഞങ്ങൾ ഇഷ്ടം വെച്ചാൽ ആ ഇഷ്ടം കൊണ്ട് ഞങ്ങൾക്കൊരു നേട്ടവുമില്ല അല്ലാ. അല്ലാഹുവേ നീ ഞങ്ങളെ ഇഷ്ടം വെക്കണേ അല്ലാ, നീ ഞങ്ങളെ ഇഷ്ടം വെക്കണേ അല്ലാ, നീ ഞങ്ങളെ കബൂലാക്കണേ അല്ലാ, നീ ഞങ്ങളെ കാത്തോളണേ അല്ലാ, നീ ഞങ്ങൾക്ക് കാവല് നൽകണേ അല്ലാ. ഞങ്ങളെ പ്രയാസപ്പെടുത്തല്ലേ അല്ലാ, ഞങ്ങളെ പ്രയാസപ്പെടുത്തല്ലേ അല്ലാ. നീറുന്ന പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട്, ബുദ്ധിമുട്ടുകൾ പറഞ്ഞുകൊണ്ട് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും എന്നെ സമീപിക്കുന്നവരുണ്ട് അല്ലാ. അവരെ പ്രയാസങ്ങളെ നീ മാറ്റി കൊടുക്കണേ അല്ലാ. അതിൽ ബിസിനസ് ചെയ്യുന്നവര്, കച്ചവടം ചെയ്യുന്നവർ,
ചെയ്യുന്നവർ, പല ജാതി മേഖലയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. അല്ലാഹുവേ അവരെ നീ കാത്തോളണേ അല്ലാഹ്. തങ്ങളെ ദുആ മാത്രമാണ് ഞങ്ങൾക്കൊരു കാവലുള്ളതെന്ന് പറയുന്നവരുണ്ട്. അല്ലാഹു അവർക്ക് നീ കാവല് കൊടുക്കണേ അല്ലാഹ്. അവർക്ക് നീ കാവല് കൊടുക്കണേ അല്ലാഹ്. എല്ലാ മജ്ലിസും അവർക്ക് വേണ്ടിയാണ് കരമുയർത്തുമ്പോൾ ദുആ ചെയ്യുന്നത്. ഞങ്ങളെ മജ്ലിസിനെ സ്നേഹിക്കുന്നവർ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, മജ്ലിസ് മുടങ്ങാതെ കാണുന്നവർ, മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് അല്ലാഹുവേ അവർക്ക് വേണ്ടിയാണ് കൈ ഉയർത്തുമ്പോഴുള്ള ദുആ. നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ധാരാളം ആള് ഞങ്ങളിൽ നിന്ന് മൗത്തായി പോയി അല്ലാഹ്. ഈ സയ്യിദിയ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ചവർ അല്ലാഹ് ഇന്ന് 6 അടി മണ്ണിലാണ് അല്ലാഹ്. അവര് പ്രതീക്ഷിക്കുന്നത് അല്ലാഹിന്റെ ദുആ ആണ്. ഞങ്ങളെ സയ്യിദിയ മജ്ലിസിലുള്ള എപ്പോഴുമുള്ള ദുആ അവർക്ക് എത്തുമെന്നാണ്. അല്ലാഹുവേ അവരുടെ ഖബറിടം നീ റാഹത്തിലാക്കണേ അല്ലാഹ്. സ്വർഗ്ഗ സന്തോഷപൂരിതമാക്കണേ അല്ലാഹ്. ഖബർ കണ്ണെത്താ ദൂരത്തോളം നീ വിശാല നൽകണേ അല്ലാഹ്, നീ വിശാല നൽകണേ അല്ലാഹ്. ഞങ്ങൾ ധാരാളം ആളുകൾ മൗത്തായി പോയി അല്ലാഹു അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അവർ ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാഹ്, കൂട്ടാളിയാക്കണേ അല്ലാഹ്. 10 മാസം മുൻപ് പ്രസവിച്ച് മാറോടണച്ച് അമ്മിഞ്ഞ പാല് തന്ന പൊന്നാര പൊന്നുമ്മ ഇന്ന് ഖബറിലാണ് അല്ലാഹ്. ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്, ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഉമ്മ ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാഹ്, ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാഹ്. തേളുകൾക്കും പാമ്പുകൾക്കും പുഴുക്കൾക്കും പകരം അല്ലാഹുവേ ഉമ്മ ചെയ്ത അമാലുകളെ കൂട്ടാളിയാക്കണേ അല്ലാഹ്, കൂട്ടാളിയാക്കണേ അല്ലാഹ്. ഞങ്ങൾ ചെയ്യുന്ന അമലുകൾ, ഉമ്മാക്ക് ചെയ്യുന്ന നല്ല നല്ല കാര്യങ്ങൾ അല്ലാഹ് ഒരു നൂറാനിയത്തായ ഒരു പ്രകാശമായി പൊന്നുമ്മാന്റെ ഖബറിൽ നീ എത്തിക്കണേ അല്ലാഹ്, നീ പ്രകാശിപ്പിക്കണേ തമ്പുരാനെ. ഞങ്ങൾ ഈ നിലയിലാവാൻ വേണ്ടി മെഴുകുതിരി തീർന്നതുപോലെ ഒരുക്കി തീർന്ന പൊന്നുപ്പ ഇന്ന് ഖബറിലാണ് അല്ലാഹ്. ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ തമ്പുരാനെ. ഖബർ കണ്ണെത്താ ദൂരത്തോളം നീ വിശാല നൽകണേ അല്ലാഹ്, നീ വിശാല നൽകണേ തമ്പുരാനെ. റഹ്മുർ റഹീമീനായ അല്ലാഹ് നിന്റെ മലാക്കന്മാരുടെ സഹായം പൊന്നുപ്പാന്റെ ഖബറിൽ നീ എത്തിക്കണേ അല്ലാഹ്, നീ എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഇന്നല്ലെങ്കിൽ അതുപോലെ നാളെ ഞങ്ങളും മൗത്താകും അല്ലാഹ്. അല്ലാഹുവേ മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണേ അല്ലാഹ്, ഈമാൻ പരിപൂർണമാക്കണേ അല്ലാഹ്. ഞങ്ങളെ വീടിന്റെ ഇമ്മരപ്പടിയിൽ ഉണക്കക്കട്ടിൽ ഞങ്ങളെ മലർത്തി അങ്ങ് കെടുത്തു. ഈ താടി തലയിലേക്ക് കെട്ടപ്പെടും, മൂക്കിൽ പഞ്ഞി തിരുകപ്പെടും. ആ സമയത്ത് മുഖത്തീമാനിന്റെ പ്രഭ നൽകണേ അല്ലാഹ്, മുഖത്തീമാനിന്റെ പ്രഭ നൽകണേ അല്ലാഹ്, മുഖത്തീമാനിന്റെ പ്രഭ നൽകണേ തമ്പുരാനെ. ഞങ്ങളെ ജനാസയും ചുമന്ന് വഴിയോരങ്ങളിലൂടെ കൊണ്ടുപോകുന്ന സമയത്ത് ഖദ്ദിമൂനി ഖദ്ദിമൂനി എന്ന് പറയുന്ന ജനാസകളിൽ ഞങ്ങളെ ജനാസയപ്പെടുത്തണേ അല്ലാഹ്, ഞങ്ങളെ ജനാസയപ്പെടുത്തണേ അല്ലാഹ്, ഞങ്ങളെ ജനാസയപ്പെടുത്തണേ തമ്പുരാനെ. ഊരക്ക് മുണ്ടിട്ട് ഞങ്ങളെ ഖബറിലേക്ക് ഇറക്കി വെക്കും. റഹ്മുർ റഹീമീനായ അല്ലാഹ് ഈ കബറ് മണ്ണിനോട് ചേർക്കപ്പെടും. അല്ലാഹുവേ അല്ലാഹുവേ ആ ഖബറിൽ രക്ഷ നൽകണേ അല്ലാഹ്. നിന്റെ മലാക്കന്മാരുടെ സഹായം ഖബറിൽ നൽകണേ അല്ലാഹ്. ഞങ്ങൾ ചെയ്ത അമാലുകളെ ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാഹ്. തേളുകൾക്കും പാമ്പുകൾക്കും പുഴുക്കൾക്കും പകരം അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങൾ ചെയ്ത അമാലുകളെ കൂട്ടാളിയാക്കണേ അല്ലാഹ്, കൂട്ടാളിയാക്കണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളെ ഖബർ പ്രകാശിപ്പിക്കണേ അല്ലാഹ്, ഖബർ പ്രകാശിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ 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 നീ രക്ഷ നൽകണേ അല്ലാഹ്, നീ കാവല് നൽകണേ അല്ലാഹ്. നിന്റെ സ്വർഗ്ഗം ഞങ്ങൾക്ക് അവകാശമല്ല അല്ലാഹ്, നീ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്, നീ നൽകണേ അല്ലാഹ്. കത്തിക്കരിയുന്ന ഭീകരമായ നരകം അല്ലാഹ് ഞങ്ങൾക്ക് നീ ഹറാമാക്കണേ അല്ലാഹ്, 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 നീ ഹറാമാക്കണേ തമ്പുരാനെ.
ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരുകരങ്ങളിൽ നിന്നും ഹൗദുൽ കൗസർ കുടിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ ചേർക്കണേ തമ്പുരാനെ. ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൃക്കല്യാണം രണ്ട് കണ്ണുകൊണ്ട് കാണാൻ ഏറ്റവും ഹുദവി നൽകണേ അല്ലാഹ്. ഹുദവി നൽകണേ അല്ലാഹ്. ബിസ്മില്ലാഹിൽ റഹ്മാനിൽ റഹീം. മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരി الشيطان ومن ظلم السلطان ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. നമ്മളെപ്പോഴും മജ്ലിസിൽ പറയുന്നത് പോലെ നമ്മളെ മജ്ലിസ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പോസ്റ്റർ കാണാം. നമ്മളെ സയ്യിദിയം മജ്ലിസിൻ്റെ കീഴിൽ 2 ഹറമുകളിലേക്ക് ഉംറ സർവീസ് നടത്താൻ ആഗ്രഹിക്കുന്ന ധാരാളം ആളുകളാണത് കണ്ടിട്ട് നേരിട്ട് വന്നുകൊണ്ട് പറയുന്നവർ, ഫോൺ വിളിച്ചറിയിക്കുന്നത് തങ്ങളെ അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, എപ്പോഴാണ് പോകുന്നത്, അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കുക, അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന ആളുകൾ, ബുക്ക് ചെയ്യുന്ന ആളുകൾ നമ്മളെ കൂട്ടത്തിൽ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഇനി പരിമിതമായ സീറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. എല്ലാം കൊണ്ടും നിങ്ങൾക്ക് റാഹത്തായ നിലയിലാണ് സർവീസ് ഇൻഷാഅല്ലാഹ് നടത്തുന്നത്. എല്ലാം കൊണ്ടും എല്ലാ സൗകര്യങ്ങളെ കൊണ്ടും ഇൻഷാഅല്ലാഹ് റാഹത്തായ നിലയിലാണ് സർവീസ് നടത്തുന്നത്. ആഗ്രഹിക്കുന്ന ആളുകൾ ആ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ മഖ്ബൂലും മബ്റൂറും മർളിയുമായ ഉംറയും സിയാറത്തും നിർവഹിക്കാൻ അല്ലാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ തമ്പുരാൻ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.